കൊല്ലം ഓയൂരിൽ തുഷാര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കരുനാഗപ്പള്ളി സ്വദേശിയായ ചന്തുലാൽ വിവാഹം കഴിക്കുന്നത് 2013. വിവാഹം കഴിച്ച് 3 മാസം ആയപ്പോൾ സ്ത്രീധനത്തിന് വേണ്ടി തുഷാരയെ മർദ്ദിക്കുകയും മർദ്ദിച്ച് അവശതയാക്കുകയും ചെയ്തു. ഈ ചന്തുലാൽ എന്ന് പറയുന്ന അവനും അവൻ്റെ അമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ തുഷാരയും. ഈ കുട്ടിയെ ഭയങ്കരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഈ കുട്ടി ഏറ്റുവാങ്ങുകയും 3 മാസം തൊട്ടാണ് ഈ സ്ത്രീധനത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ അമ്മയും മകനും കൂടി ഈ വീട്ടിൽ പോയി സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് 20 പവൻ്റെ സ്വർണം തുഷാരയ്ക്ക് വീട്ടുകാരിട്ട് കൊടുത്തായിരുന്നു. 20 പവൻ്റെ സ്വർണവും 2 ലക്ഷം രൂപയുമാണ് ഈ തുഷാരയുടെ വീട്ടുകാർ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. 20 പവൻ്റെ സ്വർണം ഇട്ട് കൊടുത്തു. പിന്നെ 2 ലക്ഷം രൂപ അവർ ഡേറ്റ് പറഞ്ഞായിരുന്നു. 3 വർഷത്തിനിടയിലാണ് പറഞ്ഞിരുന്നത്. അപ്പോഴേ ഇവിടെ ഒരു 3 മാസം കല്യാണം കഴിഞ്ഞ് 3 മാസം ആയപ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. ഈ കുട്ടി 2 കുട്ടികൾക്ക് ജന്മം നൽകുകയും 2 പെൺമക്കളാണ്. ഈ പെൺകുട്ടിയെ വീട്ടിനകത്ത് പൂട്ടിയിട്ട് ആരാണ് ഈ ഭർത്താവെന്ന് പറയുന്ന ചന്തുലാലും അവൻ്റെ അമ്മയും കൂടെ ഗീതാലാൽ തുഷാരയെ വീട്ടിലോട്ട് വിടൂല. സാധാരണ വീട്ടിലോട്ട് വിട്ടില്ലെങ്കിൽ വീട്ടുകാരിപ്പോൾ പറയുന്നതാണ് വീട്ടിലോട്ട് വിടൂലായിരുന്നു. അത് വീട്ടിലോട്ട് വിടൂലായിരുന്നെങ്കിൽ ആ വീട്ടുകാർക്ക് തിരക്കാമല്ലോ. ഈ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്ന എന്നെ വീട്ടിലോട്ട് വിടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒന്നിൽ ആളുകളുടെ അടുത്ത് പറയുകയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ വന്ന് ഇവനെ തല്ലി ഓടിക്കണമായിരുന്നു. ഇവനെയും ഇവൻ്റെ അമ്മയും തല്ലി ഓടിച്ചതിന് ശേഷം വീട് വലിച്ചു പൊളിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനുള്ള. അപ്പോഴേ ഈ പെൺകുട്ടി പോകൂലായിരുന്നു. പിന്നെ അവസാനം വീട്ടുകാർ പേടിച്ച് ഇവിടെ വരൂല എന്നാണ് പറയണത്. ഈ വീട്ടിൽ വന്നില്ല. എന്നിട്ട് 2 പെൺമക്കളുണ്ട്. ഈ മക്കളെ നഴ്സറിയിൽ ചേർക്കാനായിട്ട് ഈ കിളവിയാണ് പോണത്. ഇവൻ്റെ അതായത് ഗീതാലാൽ. ഈ പെണ്ണും പുള്ള ഈ കുട്ടികളെയും കൊണ്ട് അംഗൻവാടിയിൽ പോകുമായിരുന്നു. അപ്പം അംഗൻവാടി ടീച്ചർ ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് ഈ തുഷാര ഈ കുട്ടികളെ അമ്മ വരുന്നില്ല. അത് അമ്മ കിടപ്പ് രോഗിയാണ്. ആ കിടപ്പ് രോഗി എന്ന് പറഞ്ഞപ്പോഴും ഈ പെൺകുട്ടിയെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. പൂട്ടിയിട്ടിട്ട് ഫുഡ് കൊടുക്കൂല, വെള്ളം കൊടുക്കൂല. ആഴ്ചകളോളം കഴിഞ്ഞിട്ട് അരി കൊമുത്തിയതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കും വായിൽ. എന്നിട്ട് പഞ്ചസാര കലക്കി അത് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഈ പഞ്ചസാരയും അരിയും കൂടെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കലക്കി ഒഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പം പല പല അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടി അവസാനം ആയപ്പോഴത്തേക്ക് 2019 മാർച്ച് 21 ഈ പെൺകുട്ടി മരിക്കണത്. 2013 വിവാഹം. ഈ പെൺകുട്ടി അത്രയും നാൾ വരെ ഇതിനെ ആ വീട്ടിനകത്ത് അടച്ചിട്ട് മർദ്ദിക്കുകയും ആര് ചോദിച്ചാലും കിടപ്പ് രോഗിയാണ്. ആരെയും ആ വീട്ടിനകത്തോട്ട് കയറ്റൂല. ആർക്കും പ്രവേശനമില്ല. എനിക്ക് പറയാനുള്ളത് അവരെ വീട്ടുകാരെയാണ് കൂടുതൽ കുറ്റപ്പെടുത്താനുള്ളത്. ഇപ്പം ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ജീവപര്യന്തം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ജീവിതകാലം മുഴുവൻ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് 1 ലക്ഷം രൂപ പിഴയും. ഈ പെൺകുട്ടി എങ്ങനെയാണ് അനുഭവിച്ച് മരിച്ചത് അതേപോലെ ആ കിളവിയും മകനും അതുപോലെ അനുഭവിക്കണമായിരുന്നു. ജയിലിൽ നല്ല ഫുഡാണ് അവർക്ക് കിട്ടുന്നത്. ഒന്നിനും ഒരു കുറവുമില്ല. അപ്പം അവർ എന്തോന്ന് അനുഭവിക്കണം. അതിനേക്കാളും വധശിക്ഷയായിരുന്നു കൊടുക്കാനുള്ളത്. വധശിക്ഷ കൊടുക്കണമായിരുന്നു. തൂക്കിക്കൊല്ലാൻ വിധിക്കണമായിരുന്നു. അതായിരുന്നു വേണ്ടിയത്. എന്നിട്ട് അച്ഛനും അമ്മയും പറയുന്നുണ്ട് മീഡിയയുടെ മുന്നിൽ. അച്ഛനും അമ്മയും സഹോദരനും വന്ന് പറയുന്നുണ്ട് ഈ ശിക്ഷയിൽ സന്തോഷമാണ്, എന്നാലും ഇതെങ്കിലും കിട്ടിയെന്ന്. ഇതല്ല, വധശിക്ഷയായിരുന്നു വേണ്ടിയത്. വധശിക്ഷ കൊടുക്കണമായിരുന്നു. ഇങ്ങനെ ഉള്ളവന്മാർക്ക് അവന്മാരെ തൂക്കി തന്നെ കൊല്ലണം. മരിച്ച് 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിധി വരണത്. മരണപ്പെടുമ്പോൾ ആ പെൺകുട്ടിയുടെ തൂക്കം 21 കിലോ എന്ന് പറഞ്ഞാൽ അതിലില്ല. ശരീരം എന്ന് പറഞ്ഞത് ഇല്ല. തൊലിയെല്ലാം വലിഞ്ഞ് ഒരു അസ്ഥി കൂടെ തൊലിയെല്ലാം ഒട്ടി ഈ പെൺകുട്ടിയുടെ എല്ലോടൊട്ടി ചേർന്ന് ഇരിക്കുന്നു. നല്ലൊരു സുന്ദരിയായൊരു പെൺകുട്ടിയായിരുന്നു.
അത്രയ്ക്ക് ക്രൂരമായിട്ട് മൃഗീയമായിട്ടുമാണ് കൊന്നിരിക്കുന്നത്. രണ്ടുപേര് അമ്മയും മോനും. ഇങ്ങനെ അല്ല ശിക്ഷ വിധിക്കാനുള്ള, വധശിക്ഷയാണ് കൊടുക്കാനുള്ള, തൂക്കിയായിരുന്നു കൊല്ലാനുള്ളത്. 28ാമത്തെ വയസ്സിൽ മരണപ്പെടുമ്പോൾ വെറും 21 കിലോ മാത്രമായിരുന്നു തുഷാരയുടെ ശരീരഭാരം. എല്ലുകളല്ലാതെ ഒന്നും ആ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല. വയറൊട്ടി വാരിയെല്ല് തെളിഞ്ഞ് നട്ടലിനോട് ചേർന്നിരുന്നു. പുറത്തിറങ്ങാൻ അനുവദിക്കാതെ കാലങ്ങളോളം തുഷാരയെ മുറിയിൽ പൂട്ടിയിട്ടു. സ്വന്തം കുഞ്ഞുങ്ങളെയോ മാതാപിതാക്കളെയോ പോലും കാണാൻ അനുവദിച്ചിരുന്നില്ല. 5 വർഷത്തോളം ഭക്ഷണമായി നൽകിയത് വല്ലപ്പോഴും കുതിർത്ത അരിയും പഞ്ചസാര വെള്ളവും മാത്രമാണ്. ഇത്രയും ഇതിന് മറുപടി ഞാൻ പറയാം. ഈ കുതിർത്ത അരിയും പഞ്ചസാര ലായനിയും കൂടെ വീട്ടുകാർ വന്ന് നോക്കിയിട്ട് ആ കിളവീരെയും മോൻ്റെയും കൂടെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കണമായിരുന്നു. പീഡനം അനുഭവിക്കേണ്ടി വന്നതിന്റെ കാരണം വിവാഹ സമയത്ത് വീട്ടുകാർ നൽകിയ സ്ത്രീധനം കുറഞ്ഞു പോയതാണത്ര. അത്യന്തം മൃഗീയമായ ആസൂത്രിത രഹസ്യയുടെ യവന്മാരെയൊക്കെ തല്ലി കൊല്ലണം. കുറെ സ്ത്രീധനം യവന്മാർ എവിടെ കൊണ്ട് എല്ലെണ്ണോ അനുഭവിക്കേനെ. ഈ സ്ത്രീധനം വേണ്ട എന്ന് പറയണോമാരും പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് നരകയാതനയാണ് അനുഭവിക്കണ. ചിലപ്പോൾ അവന്മാരായിരിക്കൂല ചോദിക്കണ, അവന്മാരെ വീട്ടിലുള്ളവരാണ് ചോദിക്കണത്. നീ പോയി മേടിച്ചോണ്ട് വാ, നീ ഒന്നും വേണ്ടെന്ന് പറഞ്ഞായിരിക്കും പെമ്പിളരെ കൊണ്ടുപോകണം, എന്നിട്ട് നീ പോയി മേടിച്ചോണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ടാണ് അവന്മാരെ വീട്ടിലുള്ളവർ പറയണത്. പുഴുങ്ങി തിന്നാൻ ഇതൊക്കെ കൊണ്ട് എവിടെ വെക്കാൻ, എന്നിട്ട് നശിപ്പിക്കും അവസാനം. ആ 27-കാരി തുഷാരയുടെ ഭർത്താവ് ചന്തുരാൻ, ഭർത്തൃമാതാവ് ഗീതാലാലി, ഈ 2 പേർക്കും ജീവപര്യന്തം തടവും ഓരോ ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. തുഷാരയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച ന്യായാധിപർ പോലും പകച്ചുപോയി. എന്തായിരുന്നു അന്ന് തുഷാരയ്ക്ക് സംഭവിച്ചത്? പക്ഷെ പകച്ചുപോയിട്ട് ഈ വിധിയല്ല കൊടുക്കാനുള്ളത്, വധശിക്ഷയായിരുന്നു. തൂക്കിക്കൊല്ലാൻ വിധിക്കണമായിരുന്നു. 2 എണ്ണത്തിന് തൂക്കിക്കൊല്ലണമായിരുന്നു. അങ്ങനെയാണ് ചെയ്യാനുള്ളായിരുന്നു. സാധിച്ചില്ല. അതിന്റെ പേരിൽ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചായിരുന്നു ഭർത്താവ് ചന്തുലാലും കുടുംബവും തുഷാരയുടെ കൊലപാതകം ആസൂത്രിതമായി നടപ്പാക്കിയത്. സ്വന്തം അച്ഛനെയും അമ്മയെയും കാണാൻ പോലും അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുമായുള്ള ബന്ധം പൂർണ്ണമായി നിരസിക്കപ്പെട്ടു. അത് തല്ലി തകർത്ത് അകത്ത് കയറണമായിരുന്നു. കേറി അവനെയൊക്കെ അടിച്ച് തകർക്കണമായിരുന്നു. വീടും അടിച്ച് തകർത്തിട്ട് ആ പെൺകുട്ടി പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നെ കാണാൻ വരണ്ടാന്ന്. എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലാക്കിയിട്ടിരിക്കുന്ന വീട്ടിലോട്ട് കയറണ്ട, അതുകൊണ്ടായിരിക്കും അത് പറഞ്ഞിട്ടുള്ളത്. 2 പെൺകുട്ടികളാണ് തുഷാരയ്ക്ക് ഉണ്ടായിരുന്നത്. അവരെ സ്നേഹിക്കാൻ പോലും അനുവദിക്കാതെ, ഭക്ഷണം നൽകാതെ, പുറത്തിറങ്ങാൻ അനുവദിക്കാതെ വീട്ടിൽ തളയ്ക്കപ്പെട്ടു. തുഷാരയുടെ വീട്ടുകാർക്കും കുട്ടികളെ കാണാൻ അനുവാദമുണ്ടായിരുന്നില്ല. തുഷാരയുടെ മകളെ നഴ്സറിയിൽ ചേർത്തപ്പോൾ അധ്യാപിക കുട്ടിയുടെ അമ്മയുടെ അഭാവത്തെക്കുറിച്ച് അന്വേഷിച്ചു. കുട്ടിയുടെ അമ്മ കിടപ്പുരോഗിയാണെന്നായിരുന്നു പ്രതികൾ നൽകിയ മറുപടി. മാത്രമല്ല, ഭർത്തൃമാതാവായ ഗീതയുടെ പേരാണ് അമ്മയുടെ പേരായി നഴ്സറിയിൽ ഉൾപ്പെടെ പറഞ്ഞെടുത്തത്. 5.5 വർഷം നീണ്ട ചില വീട്ടുകാർക്കുണ്ട്. അവന്മാർ കല്യാണം കഴിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന്മാരെ ഭാര്യമാർക്കൊന്നും ഒരു സ്ഥാനം കാണൂല. ഈ അമ്മയൊക്കെയാണ് മുൻനിരയിൽ നിൽക്കണം. ഓൻ്റെ മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരെ സ്കൂളിൽ ചേർക്കണതും അവരായിരിക്കും. പിന്നെ ആ തള്ളമാർക്ക് ഒരു സ്വാതന്ത്ര്യം, കുട്ടികളെ തള്ളമാർക്ക് ഒരു സ്വാതന്ത്ര്യം അവിടെ കാണൂല. എല്ലാം അങ്ങ് ഏറ്റെടുത്തോളും. അഴുക്ക ശീലങ്ങൾ. മാനസികവുമായ പീഡനത്തിനൊടുവിൽ തുഷാര മരണത്തിന് കീഴടങ്ങി. 2019 മാർച്ച് 21 രാത്രിയാണ് തുഷാരയുടെ മരണവിവരം പുറം ലോകം അറിയുന്നത്. വിവരമറിഞ്ഞ ആശുപത്രിയിലെത്തിയ തുഷാരയുടെ അച്ഛനും അമ്മയും സഹോദരനും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ കണ്ടത് തുഷാരയുടെ ശോഷിച്ച മൃതദേഹമാണ്. പോസ്റ്റ്മോർട്ടം അത് കണ്ടതിന് ഒരു കുഴപ്പമില്ല. എനിക്ക് ഇപ്പം കുറ്റം പറയാൻ തോന്നണത്, എനിക്ക് അങ്ങനെ അവരെയാണ് ദുഷിക്കാൻ തോന്നണം എന്ന് വെച്ചാൽ ഈ അമ്മയെ അച്ഛന് സഹോദരനും എന്തിനു വിട്ടുകൊടുത്ത് ഇങ്ങനെ പറയുമ്പോഴും എന്തേലും അവർ പേടിച്ചൊളിച്ചിരിക്കോ? വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകണമായിരുന്നു. ഇത് ചെയ്തൊട്ട് ശരിയായില്ല. പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് എന്തരാണ് കാര്യം? ഇത്രയും സംഭവിച്ചു. ഇവർക്ക് ഇങ്ങനെ വിട്ടുകൊടുത്ത് എൻ്റെ മോള് ഇതുപോലെ മോള് വീട്ടിനകത്ത് ജയിലിൽ കിടക്കണക്കാണ് കിടക്കണത്. ജയിലിൽ പിന്നും ഭേദമുണ്ടല്ലോ, കാണാനെങ്കിലും അനുവദിക്കുമല്ലോ. ഇതങ്ങനെ പോലും ഇല്ലാതെ കിടന്ന് ആ കുട്ടി അന്നേ കൊണ്ട് പോകണമായിരുന്നു. ഇത് ഓരോ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും നല്ലവരൊന്നും അല്ല ഇങ്ങനെ അയക്കാണ്. സഹിച്ചാണ് ഈ പെൺകുട്ടികൾ അവിടെ കിടക്കണത്. അതിനൊക്കെ കൊല്ല ചെയ്താണ് അതിനകത്തൊക്കെ ഇട്ടിരിക്കണത്. കിടന്ന് ഒരുപാട് അനുഭവിച്ച് കിടക്കുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ട്. ഒന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് ഒന്നി വിളിച്ചോണ്ട് പോയി തിരക്കേ, എന്തെങ്കിലും ഒന്ന് ചെയ്യേ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേ ഒക്കെ ചെയ്യണം.
പെൺകുട്ടികൾ വെറുതെ ഒന്നും പറയൂല. അവസാനം അവർക്ക് സഹി കിടമ്പോഴാണ് അവർ ഓരോന്ന് ചെയ്യണത്. റിപ്പോർട്ട് എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. തുഷാരയുടെ ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. 27-ാം വയസ്സിൽ അവളുടെ ഭാരം വെറും 21 കിലോഗ്രാമായിരുന്നു. വയറൊട്ടി വാരിയല് തെളിഞ്ഞ നിലയിലായിരുന്നു. രോഗിയായ തുഷാര ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നാണ് ചന്ദ്രലാൽ പോലീസിനോട് പറഞ്ഞത്. ഇതിൽ സംശയം തോന്നിയ പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് പുറത്തറിഞ്ഞത്. ഇത് നഴ്സറിയിലെ ടീച്ചർമാരും അതുപോലെ നാട്ടുകാരും എല്ലാവരും കൂടെയാണ് ഇതിനൊക്കെ പരാതിയൊക്കെ പെട്ടത്. അതുകൊണ്ടാണ് ഈ അന്വേഷണം ഇത്രയെങ്കിലും ആയത്. അല്ലെങ്കിൽ ഇത്ര പോലും ആവൂലായിരുന്നു. വീട്ടുകാരെന്തേലും ചെയ്ത് വീട്ടുകാരെ തന്നെയാണ് കുറ്റം പറയാനുള്ളത്. ശാസ്ത്രീയ തെളിവുകളും അയൽക്കാരുടെയും തുഷാരയുടെ 3 വയസ്സുള്ള മകളുടെയും അധ്യാപികയുടെയും ഒക്കെയുള്ള മൊഴികൾ പ്രതികൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതായിരുന്നു. തുഷാരയെ ഭർത്താവ് ചന്തുലാലും അമ്മ ഗീതാലാലിയും ചെന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയതാണ് പോലീസ്. ഭർത്തൃമാതാവും തുഷാരയെ സ്ഥിരം മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നാണ് സമീപവാസികൾ അന്ന് പോലീസിനോടും മാധ്യമങ്ങളോടും പറഞ്ഞത്. പഞ്ചസാര വെള്ളവും കുതിർത്താടിയും മാത്രമാണ് തുഷാരയ്ക്ക് നൽകിയിരുന്നതെന്നും മുറിയിൽ പൂട്ടിയിടുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. അവൻ കൊഴുത്തിരിക്കണം, അവൻ കോനത്ത് കൊഴുത്തിരിക്കണം. അവൻ ജയിലിലെ ഫുഡും അല്ലാതെ അതിനു മുമ്പുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെ കണ്ടതിൽ തന്നെ ആ കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ ഉള്ളത് തന്നെ അവൻ കൊഴുത്തിരിക്കണം. അമ്മച്ചി ഞൊണ്ടി പോണു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വന്നാൽ പെൺപിള്ളേരെന്തോന്ന് ചെയ്യണം? അവിടെ സഹിച്ച് കിടക്കാൻ നോക്കരുത്. അവരോരോ വീടുകളിൽ പോകണം. വീട്ടിൽ സ്ഥാനം ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണം. ഇങ്ങനെ യവന്മാരെ അടിയും കൊണ്ട് നടക്കരുത്. ചിലപ്പം വീട്ടിൽ ശരിയായിരിക്കാം, വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി അവരെന്തേര് പറയും, ഇനി നാട്ടുകാരെന്തേര് പറയും എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഇത് നല്ലതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചയച്ചത്. നല്ല ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. ആവശ്യത്തിന് സ്വർണ്ണമൊക്കെ ഇട്ട് 20 പവൻ്റെ സ്വർണ്ണമൊക്കെ അവരെ കൊണ്ട് അന്ന് ഒക്കും കണക്ക് അവർ കൊടുത്തു. പിന്നെ ഈ പൈസ കൊടുക്കാനുള്ള 2 ലക്ഷം രൂപ 3 വർഷത്തിനിടയ്ക്ക് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം 3 മാസം ആവും മുമ്പേ അവിടെ തുടങ്ങി, നീ പോയി കൊണ്ടുപോവാ, നീ പോയി മേടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് നിരന്തരം അടിയും ഇടിയും അത് ഒരുപാട് സഹിച്ച്. അതിൻ്റെ ഇടയിൽ 2 കുട്ടികൾക്ക് ജന്മവും കൊടുത്ത്. ആ 3.5 വയസ്സുള്ള മോളാണ് അത് സാക്ഷി പറഞ്ഞിരിക്കണം. എടാ നിനക്കൊക്കെ പോയി ചത്തൂടെടാ, നീയൊക്കെ എന്തിന് കിടക്കണം? നീയൊക്കെ ഓരോ പെമ്പിളരായിട്ട് കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുത്തി നിൻ്റെയൊക്കെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അടിക്കുകയും നിൻ്റെയൊക്കെ മാതാപിതാക്കൾക്ക് ഇട്ട് ഉപദ്രവിക്കാൻ കൊടുക്കാൻ നിന്നെയൊക്കെ കാലും കൈയും തല്ലി ഓടിച്ചിടണ. എന്നിട്ട് നീയൊക്കെ ദുഷ്ടന്മാരായിട്ട് നീയൊക്കെ അന്തസ്സായിട്ട് വിലസി നടക്കൂലേ? നീയൊക്കെ ഓരോ കുറ്റകൃത്യവും ചെയ്തിട്ട് നീയൊക്കെ പോയി ചത്തൂടെ നിനക്കൊക്കെ? ഓ കഷ്ടം. ഇപ്പം ഇളവ് കിട്ടി ഇറങ്ങി വരും കുറച്ച് ആൾ കിടന്നിട്ട്. വധശിക്ഷയാണ് കൊടുക്കാനുള്ളത്. വധശിക്ഷ കൊടുക്കണം. വധശിക്ഷ കൊടുത്ത് അവന്മാരെയൊക്കെ തൂക്കി കൊല്ലണം, കെട്ടിത്തൂക്കണം. ആ പെൺകുട്ടി അനുഭവിച്ച വേദന അറിയണം. ഇതിപ്പോൾ 2 പേരും ഒരു വേദന അറിയുന്നില്ല. അവിടെ കിടന്ന് അവർ പോലീസൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അവർക്ക് 3-4 നേരം ഫുഡ് നല്ല യഥത്തിനല്ലേ കിട്ടണം. എന്തോ നിൻ്റെ കുറവ്? ഒരു കുറവുമില്ല. ജീവപര്യന്തോന്നൊക്കെ പറയുമ്പം ജീവിതകാലം മുഴുവനൊന്നും അവിടെ കിടത്തൊന്നുമില്ല. കുറച്ചൊക്കെ കിടന്നിട്ട് ഇറങ്ങേണ്ടി വരും. ആ പെൺകുട്ടി അനുഭവിച്ചതുപോലെ തന്നെ യവനും ഈ കിളവിക്ക് ഞൊണ്ടി നടക്കണ കിളവിക്കും കിട്ടണം.